ഖുൽ നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ ദൂതരെ, ഇന്നമാ ഹറമ റബ്ബി, എന്റെ നാഥനായ റബ്ബ് നിങ്ങളോട് അരുത് എന്ന് പറഞ്ഞത് അൽ ഫവാഹിഷ, നീച കൃത്യങ്ങളെയാണ്. നല്ലതൊന്നും വേണ്ട എന്ന് റബ്ബ് നിങ്ങളോട് പറയുന്നില്ല. റബ്ബ് നിങ്ങളോട് പാടില്ല, ഹറാമാണെന്ന് പറയുന്നത് നീചമായ പ്രവർത്തനങ്ങളെയാണ്. അത് മാ ദഹറ മിൻഹാ വമാ ബതൻ, വ്യക്തമാവട്ടെ ആക്കട്ടെ അവ്യക്തമാക്കട്ടെ, രണ്ടും അല്ലാഹുവിന്റെ അടുക്കൽ തുല്യമാണ്. പക്ഷേ വ്യക്തമാകുമ്പോൾ അതിന് പ്രത്യേക ശിക്ഷ വ്യക്തമായി നേരിടേണ്ടി വരുന്നു എന്നതാണ്. അതെ, പിന്നെയോ അൻതുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, നിങ്ങൾക്ക് ഒരധികാരമോ അവകാശമോ തരാത്ത അഥവാ നിങ്ങൾക്ക് അനുവാദം റബ്ബ് നൽകാത്തതായ വിഭാഗത്തെ റബ്ബിന്റെ കൂടെ അവരെ നിങ്ങൾ പങ്കുചേർക്കുക. റബ്ബിന്റെ കൂടെ ഷിട്ടികളെ, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന ഷിട്ടികളെ പങ്കു ചേർക്കുക. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹ് ഹറാമാക്കിയ കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? റബ്ബ് പറയുന്നു ലയഖ്ലുഖൂ ദുബാബാ, ഖുർആനാണ് കേട്ടോളി. അവർ ഈച്ചയെ വരെ സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ഷിട്ടികളോട് അവരുടെ കൂടെ ഉള്ളതായ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നിട്ട് ഈച്ച വല്ലതും എടുത്തുകൊണ്ടുപോയാൽ, ഖുർആനാണ്, ഈച്ച വല്ലതും എടുത്തുകൊണ്ടുപോയതിനെ മടക്കി എടുക്കാൻ വരെ അവരെ കൊണ്ട് സാധിക്കൂല. അങ്ങനെയുള്ള കഴിവുകേടിന്റെ ഉടമകളോട് പ്രാർത്ഥിക്കുന്നവരും ശേഷികെട്ടവർ, പ്രാർത്ഥിക്കപ്പെടുന്നവരും ശേഷികെട്ടവര്. ഖുർആൻ, വിശുദ്ധ ഫുർഖാൻ അളീം. സുബ്ഹാനല്ലാഹ്. അതെ, അല്ലാഹു പറയുന്നു വൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. കേട്ടോളീൻ, ഇതൊക്കെ നാം പഠിക്കേണ്ട കാര്യമാണ്. അല്ലാഹ് നിങ്ങൾക്ക് ഹറാമാക്കിയത് എന്താണ്? അല്ലാഹു നിങ്ങൾക്ക് അനുവദിക്കാത്ത അല്ലാഹുവിന്റെ മതത്തിൽ നിങ്ങൾക്ക് അറിവില്ലാത്തത് പറഞ്ഞു നടക്കരുത്. അറിവില്ലാത്തത് പറഞ്ഞു നടക്കുക. അതേതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉദാഹരണം പറഞ്ഞു. അറിവില്ലാത്ത പറഞ്ഞു നടക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിന്റെ മതത്തിനെ കുറിച്ച് വിവരമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്ര ധൈര്യസമേത പറയുന്നത്. സംസമിന് യാതൊരു പ്രാധാന്യമില്ല. അറിവില്ലാത്ത പറയാൻ നടക്കണ്ട. താടി വെക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അത് നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് ദീനിന്റെ നിയമമാക്കിയിട്ട് വെക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസിനെ തള്ളിക്കൊണ്ട് സംസാരിക്കുന്ന വിഭാഗം ഇപ്പോൾ ഉടലെടുത്തു നമ്മുടെ കൂട്ടത്തിൽ. തൗഹീദും പറയാ, താടി വേണ്ടാന്നും പറയാ, തൗഹീദും പറയാ, എന്നിട്ട് 40 പ്രാവശ്യം റബ്ബ് ജിന്ന് എന്ന പദം സ്ഥാപിച്ചുകൊണ്ട് സംസാരിച്ച അങ്ങനെയുള്ള വിഷയങ്ങളെ തന്നെ കളിയാക്കി സംസാരിക്കുക, സിഹറിനെ കളിയാക്കി സംസാരിക്കുക, മരണത്തെ കളിയാക്കി സംസാരിക്കുക. ഇതൊക്കെ നാം കേൾക്കാറുള്ളതല്ലേ? സുബ്ഹാനല്ലാഹ്. അതാണ് വൻതുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. നിങ്ങൾക്കൊരു അനുവാദം തരാത്തതായ ആ കാര്യത്തിൽ വൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അറിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ നടക്കരുത്. ഇതിനെക്കുറിച്ച് പഠിക്കുക. അറിവില്ലെങ്കിൽ അറിവില്ലാത്തവരോട് ചോദിക്കുക. ഇതൊക്കെ അല്ലാഹ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യമാണ്. ഖുൽ, നിങ്ങൾ അവരോട് പറയുക, തആലൂ, നിങ്ങൾ വരൂ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യം ഞാൻ ഓതിത്തരട്ടെ. എന്താണത്? അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വധിക്കരുത്. അല്ലെ? കുടുംബാസൂത്രണം. അതെ, വേറെ ശൈലിയിലാണ് ഇപ്പോൾ കുടുംബാസൂത്രണം. പല ശൈലിയിലുണ്ട്. ഒന്ന് ഹറാമായ രൂപമുണ്ട്, അല്ലാഹ് ഈ പറഞ്ഞ രൂപം. ഏത്? ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് വേണ്ടാന്ന് വെക്കുക, അത് ഹറാമായ രൂപമാണ്. പിന്നെ എന്താണ്? ഒന്നിച്ചൊന്നിച്ച് കുട്ടികൾ വരുമ്പോൾ പ്രയാസമുണ്ട് വളർത്താൻ, അതുകൊണ്ട് അല്പം ഗ്യാപ്പ് ഉണ്ടാക്കാൻ. അതിനെക്കുറിച്ച് ചർച്ചയുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. ചിലർ ജായിസാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് അതിൽ അവന് വല്ല കയ്യുണ്ട്, അങ്ങനെ കാറ്റങ്ങട്ട് നടക്കുമെന്ന വിശ്വാസത്തിൽ കൂടിയാണെങ്കിൽ പാടില്ല, ഹറാമാണ്, വിശ്വാസത്തെ തട്ടും. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനോട് പറയപ്പെട്ടു, ഞങ്ങൾ ഇന്ദ്രിയം ഗർഭാശയത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്താറുണ്ട്. നിങ്ങൾ കാട്ടിയാലും കാട്ടിയില്ലെങ്കിലും ആ പരിശ്രമത്തിലൂടെ അല്ലാഹ് വിചാരിച്ചാൽ കുട്ടി വരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ അവിടെ വിശ്വാസത്തെ തകർത്തുന്ന രൂപത്തിലുള്ള ചിന്താഗതി വരരുത്. അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലുള്ള സൂത്രണം. ഇപ്പോഴും സൂത്രണമൊന്നുമല്ല, ഇപ്പൊ ഗർഭാശയ വാടക കൊടുക്കല, അല്ലേ? അങ്ങനല്ല ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിലുമുണ്ട്, യൂറോപ്പിലൊക്കെ ഉണ്ട്.
എന്ത് ഗർഭാശയം വാടക കൊടുക്കുക. കാലത്തെ തിരക്കിട്ട ധൃതി പിടിച്ച ജോലിയാണ്. എൻ്റെ പാപ്പ കെട്ടിയ പെണ്ണിനും ധൃതി പിടിച്ച ജോലിയാണ്. ഞങ്ങൾക്കിപ്പോൾ അതിനൊന്നും ടൈമില്ല. ഏത് ഗർഭം ചുമക്കാൻ ടൈമില്ല. അതുകൊണ്ട് രണ്ടാളുടെയും ശുക്ലത്തെ എന്ത് ചെയ്യാ, ട്രാൻസ്ഫർ ചെയ്യുക. എവിടേക്ക്? സ്പെഷ്യൽ ഗർഭാശയത്തിലേക്ക്. എന്നിട്ട് ആ ഗർഭാശയത്തിൽ കൂടെ കുട്ടി ഉണ്ടായിക്കോട്ടെ, ഞങ്ങളെ കുട്ടിയായി. അങ്ങനെ വാടകക്ക് വാങ്ങുക. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഇപ്പോൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ടുപോകും. അല്ലാഹ് പറയുന്നു, നഹ്നു നർസുഖുകും വയ്യാഹും, നിങ്ങൾക്കും അവർക്കും നാമാണ് തീറ്റിക്കുന്നത്. നിങ്ങൾ തീറ്റയുടെ കാര്യം പേടിച്ചിട്ട് സൂത്രണം നടത്തരുത്. എന്തുകൊണ്ട്? നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്, നിങ്ങളുടെ കുട്ടികൾക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. വലാ തഖറബുൽ ഫവാഹിഷ, നമ്മുടെ വിഷയം ഇതാണ്. വലാ തഖറബുൽ ഫവാഹിഷ, അനാചാരങ്ങളെ, വ്യഭിചാരങ്ങളെ, തെറ്റുകളിലേക്ക് നിങ്ങൾ അടുക്കരുത്. മാ ലഹറ മിൻഹാ വമാ ബതൻ, പരസ്യമായതാവട്ടെ രഹസ്യമായതാവട്ടെ. വലാ തഖ്തുലു, നിങ്ങൾ വധിക്കരുത്. അല്ലാഹ് ഹറാമാക്കിയതായ നഫ്സിനെ അനുവാദമില്ലാതെ അവകാശമില്ലാതെ വധിക്കരുത്. അവകാശമില്ലാതെ എന്ന പദം കൂട്ടിച്ചേർക്കാൻ കാരണം കൊന്നാളെ കൊല്ലാൻ ഇസ്ലാമിക ഗവൺമെന്റിന് അള്ളാഹിന്റെ കൽപ്പന ഉണ്ട്. അതുകൊണ്ട് കൊന്നാളെ കൊല്ലാം. അതുപോലെ തന്നെ വ്യഭിചരിച്ചാള് കല്യാണം കഴിച്ചാളാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം. കൊല്ലേണ്ടതായ രൂപങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് അള്ളാഹ് അതിനെ ഒഴിവാക്കി പറയുന്നു. എന്ത്? ഇല്ലാ ബിൽ ഹഖ്, അവകാശമില്ല. ദാലികും വസാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ഇത് നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് ചെയ്തതായ ഉപദേശമാണ് കൂട്ടരെ, കൽപ്പനയാണ്, നിർബന്ധ ബാധ്യതയാണ്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ അത് ചിന്തിച്ചിട്ട് നിങ്ങളത് പ്രവർത്തന രൂപത്തിൽ കൊണ്ടുവരണം എന്ന് പറയും പോലെ. ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്നു, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങളോട് അഭിമുഖീകരിച്ചു നിന്നുകൊണ്ട് പ്രസംഗിച്ചു. യാ മഅശറൽ മുഹാജിരീൻ, മുഹാജിറുകളുടെ സമൂഹം, മുഹാജിറുകളെ വിളിച്ചിട്ട സംസാരം, പ്രസംഗം. ഖംസുൻ ഇദ്ബതുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, 5 കാര്യം നിങ്ങളെ അള്ളാഹു അതിലൂടെ പരീക്ഷിച്ചാൽ അള്ളാഹിനോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളെ ആ ഇനത്തിൽ അള്ളാഹ് പെടുത്താതിരിക്കട്ടെ. ആരെ? മുഹാജിറുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അത്, അഥവാ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുമില്ല. എന്തൊക്കെയാണത്? ഒന്നിലൻ തൽഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ فشا فيهم الطاعون والأوجاع التي لم تكن مضت في أسلافهم. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഖിയാമത്ത് നാളാവുന്നതിന് മുമ്പ് വരും അത്. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായി കഴിഞ്ഞാൽ, അത് പരസ്യമാക്കി കഴിഞ്ഞാൽ അതിന് ലൈസൻസ് കൊടുക്കുന്ന കാലഘട്ടമല്ലേ ഇന്ന്? അതിന് റോഡുകള്, സ്ട്രീറ്റുകള്, കടകള് ലൈസൻസ് കൊടുക്കുന്ന കാലഘട്ടമാണല്ലോ. റസൂല് പറയുന്നു, അങ്ങനെയുള്ള കാലഘട്ടം വ്യഭിചാരത്തിന് വേണ്ടി പരസ്യമായി അത് ചെയ്യാനുള്ളതായ ആ ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ റസൂല് പറയുന്നു, ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഇടയിൽ ഒന്നിരിക്കലോ റസൂല് പറയുന്നു താഊൻ വ്യാപകമാവും. എന്താണ് താഊൻ? പ്ലേഗ്. നിർത്തിയോ? പ്ലേഗ് അല്ലെങ്കിലോ അവരുടെ മുൻകാലഘട്ടത്തിൽ ആർക്കും സംഭവിക്കാത്ത, ആർക്കും പിടിപെടാത്തതായ മാരകമായ രോഗങ്ങൾ വരും. ഇപ്പോഴല്ലേ ഹെർബിസ് എന്തൊക്കെ രോഗങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട്, പണ്ട് കാലഘട്ടങ്ങളിൽ ഇത് ഡോക്ടർമാരുടെ നിഘണ്ടുവിലില്ലാത്തത് പഴയ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ പുതുതായി വന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത് വലം യൻഖുസുൽ മിക്യാല വൽ മീസാന, തൂക്കത്തിലും അളക്കത്തിലും കുറക്കുക എന്ന പദ്ധതി അതും വ്യാപകമായി കഴിഞ്ഞാൽ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, നിങ്ങളുടെ ഇടയിൽ ഭക്ഷണക്ഷാമവും വരൾച്ചയും കൊണ്ട് അല്ലാഹ് നിങ്ങളെ സൂക്ഷിക്കും. അപ്രകാരം തന്നെ നിങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ അക്രമികളായി മാറുകയും ചെയ്യും. നിങ്ങൾ അളക്കത്തിലും തൂക്കത്തിലും കുറക്കുകയാണെങ്കിൽ. മൂന്നാമതായി വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, അവര് അല്ലാഹു കൽപ്പിച്ചതായ നിർബന്ധ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ വാനലോകത്തിൽ നിന്നിട്ട് അല്ലാഹ് മഴയെ നൽകാതിരിക്കുന്നതാണ്, മഴ വർഷിപ്പിക്കുന്നതല്ല. റസൂൽ കൂട്ടിച്ചേർക്കുന്നു വലഉൽ ബഹായിമു ലം യുംതറു, ഇവിടെ ഭൂമിയിൽ 4 കാലി മൃഗങ്ങളില്ലെങ്കിൽ മഴ വർഷിക്കുകയില്ലായിരുന്നേനെ.